ഹലോ, ഇന്ന് അടുക്കളത്തോട്ടത്തിലുള്ള കുറച്ച് പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സാണ് നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ കണ്ടു നോക്കാം. കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന അതേപോലെയുള്ള പച്ചമുളകാണ്. ഇതൊരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു മുന്നേയും. ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട്. ഇത് റംബൂട്ടാൻ്റെ തൈയാണ്. ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ആദ്യമായിട്ട് ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് നന്നായിട്ട് ഇതിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തക്കാളി. ഇത് ചെറിയൊരു പ്ലാവാണ്. ഇതിന്ന് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. ചെറിയ ചുളയായിരുന്നു, അതുപോലെ ചെറിയൊരു ചക്കയായിരുന്നു. എന്നാലും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതാ നന്നായി തളിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കറുവേപ്പിലയാണിത്. ഇത് വേറൊരു ഐറ്റം പച്ചമുളകാണ്. ഇത് വഴുതനയാണ് കേട്ടോ. അതിന് മുന്നേ ഇതുപോലെ ഒരു കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കുഞ്ഞിലേ ഉണ്ടായി വരുന്നു ഒരു വഴുതന. ഇത് തണ്ണിമത്തൻ്റെയാണ് കേട്ടോ. ഈ ഉണ്ടായി കൊണ്ട് വരുന്ന ഈ വള്ളി പോലെ കിടക്കുന്നത് തണ്ണിമത്തൻ്റെയാണ്. അതുപോലെ ഇതാ വേറെയും തക്കാളി തൈകളുണ്ട്. നല്ലോണം കായ്ച്ചിട്ടുണ്ട് അതിലൊക്കെ തക്കാളി. ഇതാണ് ചൈനീസ് നാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ നാരങ്ങ ഈ തൊലിയുടെ ഇതുപോലെ കളറാവും, പുറംതൊലി ഇതേ കളറാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറാവും. സർവ്വത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവും നമ്മൾ വെള്ളം കലക്കി കഴിഞ്ഞാലും. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രത്യേകതരം സ്മെല്ലൊക്കെയാണ് ആ നാരങ്ങക്ക്. ഇത് മുന്നേ ഒരു കുറി നല്ല കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ അങ്ങനെ കായകളൊന്നും വന്നിട്ടില്ല. പിന്നീട് ഇതിങ്ങനെ വള്ളി കൊടുത്ത് ഇങ്ങനെ കയറ്റിക്കുകയാണ് കേട്ടോ ഈ ചിരങ്ങനെ. ഇത് ചെറിയൊരു ചിരങ്ങയാണ്. വേറൊരു ടൈപ്പ് ചിരങ്ങയും കൂടെ ഉണ്ട്. അതുപോലെ ഇത് പടവലാണ്. ഇത് അതിനൊക്കെ നല്ല ഭംഗിയിൽ വള്ളി കൊടുത്ത് അങ്ങനെ കയറ്റിയിട്ടുണ്ട്. കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം. ഇതേ വേറെയും തണ്ണിമത്തൻ്റെ തൈകളാണ് ഇത് കൂടെ കിടക്കുന്നത്. പിന്നെ ഇതാ ചീനമുളക്. എല്ലാവരും വീട്ടിലുള്ള പോലെ ചീനമുളകുണ്ട്. ഇത് നമ്മുടെ സാധാ ചെറിയ നാരങ്ങയുടെ തൈയാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ തൈയാണ്. ഇത് സപ്പോട്ടയുടെ തൈയാണ്. അതുപോലെ മാങ്ങ, ചെറുപഴം. ഇത് അവക്കാഡോ ആണ്. അവക്കാഡോൻ്റെ തൈ മുന്നേ 2 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ നല്ല നീളത്തിലുണ്ടാകുന്ന വേറൊരു ചിരങ്ങുണ്ട്. ആ ചിരങ്ങയാണിത്. ഇതിപ്പോൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അതാണ് ഈ വലുപ്പം. അടക്കപ്പഴമാണ് കേട്ടോ. ഇത് നന്നായിട്ട് കായ്ച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതുമ്പോൾ വേറെ 2-3 അടക്കപ്പഴം ഇങ്ങനെ ചെറുതായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ മുരിങ്ങ. എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ ഇതാ മുരിങ്ങ കായ ഉണ്ടാവുന്നുണ്ട് ഇതുമ്പോൾ നന്നായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.